ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു എണ്ണ കത്തിരിക്ക കറിയാണ്. അതിലേക്ക് ഞാനിവിടെ മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് മൺചട്ടി വെച്ചിട്ടുണ്ട്. വെറുതെ മൺചട്ടി വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എണ്ണ ഈ കത്തിരിക്ക വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് എണ്ണ വേണം, ഒന്ന് വറുത്തെടുക്കണം. താത്തി വെക്കാം. ഞാൻ കത്തിരിക്ക ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്യുക. നടുകെ ഇതങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇതങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാനത് കഴുകിയിട്ട് ഒരു 6 ഉണ്ട്. 6 കത്തിരിക്ക ഇങ്ങനെ ചെറിയ ചെറിയ കത്തിരിക്ക വേണം. ഞാനത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെട്ടെന്ന് കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അതിപ്പോൾ ഞാനിത് എണ്ണ ചൂടാകട്ടെ. ചൂടായ ശേഷം ഈ കത്തിരിക്ക ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വടിച്ച ശേഷം ഒന്ന് വറുത്തെടുക്കുക. അല്ലെങ്കിൽ ഞാൻ കത്തിരിക്ക വറുക്കാൻ ഇടുന്നുണ്ട്. പുതിയ ചട്ടിയാണ്. ഇങ്ങനെ നോക്കിയിട്ട് ആദ്യമായി അതിലുണ്ടാക്കുന്നത്. കുറച്ച് നേരം ആകും, അതൊന്ന് 3/4 വേവ് ആകണം, ഒന്ന് വറന്ന് കിട്ടാൻ. കത്തിരിക്ക ഒരു 3/4 വേവായിട്ട് നമുക്ക് അത് നമ്മുടെ കോരി മാറ്റണം. എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അത് ഇന്ന് നമ്മൾ വെച്ച് നാളെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതൊന്ന് വറന്നിട്ട് നമുക്ക് നോക്കാം. കുറേ മസാലകളൊന്നും ഇതിൽ ചേർത്തണ്ട. അരച്ച് ചേർത്തേണ്ടതൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ നന്നായി ഒന്ന് വറന്നിട്ട് നമുക്ക് നോക്കാം. കത്തിരിക്ക ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് വേവാറായി. ഇനി ഒരു ഇത്തിരി നേരം വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. നിറയെ എണ്ണ വേണം, എണ്ണയുടെ ആവശ്യമുണ്ട്. എണ്ണ ഉണ്ടെങ്കിലേ അത് നന്നായിരിക്കുള്ളൂ. എണ്ണ തെളിഞ്ഞ് വരണം കറിയിൽ. അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ കോരി എടുക്കാം. ഇതിൽ ഒന്നും ഇടേണ്ട, ഉപ്പൊന്നും വേണ്ട. വെറുതെ അങ്ങനെ കീറിയിട്ട് നന്നായി കഴുകിയ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം. ചെറിയ കത്തിരിക്ക വേണം. നമുക്ക് കടയിലൊക്കെ കിട്ടും ചെറിയ കത്തിരിക്ക, എണ്ണ കത്തിരിക്ക പറഞ്ഞാൽ കിട്ടും. ഇത് ഞാൻ കുറച്ച് എണ്ണ ഇങ്ങോട്ട് മാറ്റി എടുക്കുന്നുണ്ട്, ഇത്രയും ആവശ്യമില്ല. കുറച്ച് എണ്ണ മാറ്റുന്നുണ്ട്. ഞാൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാനത് ഇവർക്കൊന്നും നല്ലെണ്ണ ഇത്ര സെറ്റാവില്ല. നമ്മൾ ഗോൾഡ് വിന്നർ വെളിച്ചെണ്ണയൊക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് താത്തി വെച്ച ശേഷം ഇത് കുറച്ച് കടുകിടാം. 1 സ്പൂൺ കടുകിടാം. അതിൻ്റെ കൂടെ ഞാനൊന്ന് താത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പൊക്കെ ഇടാം. കടലപ്പരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്നും പരിപ്പ്. ഞാൻ ഒരു 10-15 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉണ്ടാക്കുള്ളൂ, ഇത്രയല്ലേ കത്തിരിക്കയുള്ളൂ. അപ്പോൾ ചെറുള്ളി നടുക്ക് കീറിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതിടാം. അതേമാതിരി നിറയെ ഒരു 5-6 വലിയ വെളുത്തുള്ളിയാണ്. ഒരു 5-6 ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇടാം. നന്നായിട്ട് വറകട്ടെ. ഇതിൻ്റെ കൂടെ ഒരു വറമുളക് പൊട്ടിച്ചിടാം.
ഇത് നന്നായിട്ട് വറന്ന് കിട്ടണം. നന്നായി വറന്നിട്ട് അതിൻ്റെ ഒരു നല്ല മണമൊക്കെ വരും. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. നന്നായി വറക്കണം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വറന്ന് കിട്ടിയിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇടാം. കുറച്ച് കരിവേപ്പില ഇട്ടു, ഒരു വറമുളക് ഇട്ടിട്ടുണ്ട്. അത് നന്നായി വറന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആയിട്ടില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് വെന്തയം ഇടാം. ഒരു 1/4 സ്പൂണ് ഉലുവ വെന്തയം ഇതാ, അത് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആവാറായി. നന്നായി വറുത്തോണ്ടിരിക്കുക. നന്നായി വറന്നിട്ടുണ്ട്. നമുക്ക് പൊടിയൊക്കെ ഒന്ന് ഇടാം. ഒന്ന് താത്തി വെച്ച ശേഷം ഒരു സ്പൂണ് മുളക് പൊടി, ഇത്തിരി എരിവ് വേണം വെച്ചാൽ ഒരു 1/4 സ്പൂണും കൂടി ഇടാം. നന്നായി താത്തി വയ്ക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി. ഞാനിവിടെ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു സ്പൂണ്, ഇതങ്ങനെ നിറയെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് സാമ്പാർ പൊടി. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുക്കുക. അതൊന്ന് നന്നായി കളർ മാറുന്നവർക്ക് ഒന്ന് വറുത്തെടുക്കുക. കുറച്ച് പെരുങ്കായപ്പൊടി ഇടുന്നുണ്ട്. ഞാനിവിടെ 2 തക്കാളി വറുത്ത് വെച്ചതാണ്. നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വറന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളി ഞാൻ 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ വരയ്ക്ക് ഒന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കാണാൻ നന്നായിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് അറിയാം എത്ര കറി വേണ്ട വെച്ചാൽ അറിയാലോ, അതിനനുസരിച്ചിട്ട് കുറച്ച് പുളി, ഞാനൊരു ചെറിയൊരു കഷ്ണം പുളി മാത്രം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം, വലിപ്പമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ കഷ്ണം കുറച്ചേ വേണ്ടൂ. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പിടാം. നല്ല ഇത്തിരി ചൊടി വേണം. മുളകും ഉപ്പും പുളിയും ഒക്കെ ആയിട്ട് നല്ല ചൊടി വേണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ എണ്ണയ്ക്കൊന്ന് വെളിയിൽ പുറത്ത് വരണം, തെളിഞ്ഞ് നിൽക്കണം. ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് അങ്ങനെ വരുന്നുണ്ട്. നല്ല നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. ഇപ്പോൾ എരിവൊക്കെ കട്ടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കത്തിരിക്ക ഇടാൻ പോവാണ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കത്തിരിക്ക ഇടാൻ പോവാണ്. നന്നായിട്ട് തിളച്ച് കയ്യിൽ തട്ടുണ്ട്. ഇതൊന്നങ്ങ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉപ്പ് എന്തെങ്കിലും വേണം വെച്ചാൽ ഒന്ന് ഇതിൻ്റെ കൂടെ ഇടുക. അതിൻ്റെ കൂടെ ഞാനൊരു തുണ്ട് വെല്ലം എടുത്തിട്ടുണ്ട്.
നന്നായിട്ടൊക്കെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് താത്തി വെച്ച ശേഷം ഒന്ന് അടച്ച് വെക്കാം. കത്തിരിക്ക ഒന്ന് ഇതൊക്കെ മസാലയൊക്കെ അതിൽ പിടിക്കണം. ഒന്ന് താത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു ഒരു ഒരു മിനിറ്റ് ഒന്നിങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വരുന്നുണ്ട്. എരിവ് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഈ ഒരു കത്തിരിക്കയും ഇട്ടിട്ട് ഇതെങ്ങനെ കറി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ചോറും കത്തിരിക്കയായിട്ട് കഴിച്ചാൽ സൂപ്പറായിട്ടുണ്ടാകും. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്കാണെങ്കിൽ നമുക്ക് നല്ലൊരു കറിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ കിണ്ണന്നിരുന്നാൽ നന്നായിരിക്കുള്ളൂ. ഇത് വേണമെങ്കിൽ ഒരു 2-3 കൂടെ എടുത്തിട്ട് ഞാൻ തേങ്ങാപ്പാൽ ആക്കിയതാണ്. നല്ലൊരു മണം ടേസ്റ്റും ഉണ്ടാകും. നേരത്തെ ഒഴിച്ചാൽ നമുക്ക് തേങ്ങ പിരിഞ്ഞു പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒഴിക്കേണ്ടിയിരുന്നത്. ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായി ചൂടാക്കും. കുറച്ച് കഴിഞ്ഞ് ഒന്ന് കിണ്ണുന്നാവും. എണ്ണക്കത്തിരിക്ക കറി ഇവിടെ സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾ കഴിക്കുന്ന അറിയില്ല. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇടാം നമുക്ക്. തിളച്ചിട്ടുണ്ട്. കളറൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കറി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇടാം. കുറച്ച് കരിവേപ്പില ഇടാം. ചട്ടിയിലായ കാരണം നമ്മൾ ഓഫാക്കുന്നുണ്ട്. ചട്ടിയിലായ കാരണം അത് നന്നായി തിളച്ചോണ്ടേ ഇരിക്കും. നല്ല കത്തിരിക്ക കറി, എണ്ണക്കത്തിരിക്ക റെഡി ആയിട്ടുണ്ട്. എനിക്ക് സ്റ്റാൻഡില്ലാത്ത കാരണം ഞാനൊരു ചെറിയ സ്റ്റാൻഡാണ്. നമുക്ക് ഈ മുകളിലേക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഈ മുകളിൽ ഇങ്ങനെ ഒരു നമ്മൾ വീഡിയോയിൽ കാണാം, മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണും. അത് എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം, ഞാനും ഒറ്റയ്ക്കായ കാരണം ഞങ്ങൾക്ക് ആരും പിടിച്ചു തരാനൊന്നും ഇല്ല. അവരൊക്കെ ജോലിക്ക് പോയി, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ എനിക്ക് അതില്ലാത്ത കാരണം ഞാനിതങ്ങനെ സൈഡിൽ കാണിക്കുകയാണ്. ഞാനത് ഇറക്കി വെച്ചിട്ട് കാണിച്ചു തരാം. എണ്ണക്കത്തിരിക്ക കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കഴിക്കാൻ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ആവട്ടെ പറഞ്ഞിരിക്കുകയാണ്. ഊണ് കഴിക്കാൻ ഉച്ചയാകുമ്പോഴേക്കും അതൊന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം. ഞാനതിൻ്റെ കൂടെ വെണ്ടയ്ക്ക പൊരിയലാണ് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.